വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ സ്വീഡനിലേക്ക് നാടുകടത്താൻ ഉത്തരവ്. ഓസ്ട്രേലിയയിലെ ഖണ്ടാസ് എയർലൈൻസ് പറിച്ചു നടാൻ ഒരുങ്ങുന്നു. നമ്മുടെ ഈ കൊച്ചുഭൂമിയിലെ ജനസംഖ്യ നിയന്ത്രണാതീതമാകുന്നു. കടുംപിടുത്തക്കാരനുമായ പ്രഭാകരൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയാണ് ശ്രീനിവാസൻ ഇതിൽ അവതരിപ്പിച്ചത്. ശുദ്ധമായ നർമ്മത്തിന്റെ ഒരുപാട് മുഹൂർത്തങ്ങളാണ് ഈ ചിത്രം നമുക്ക് സമ്മാനിച്ചത്. സോ ഈസി കുക്ക് സെഗ്മെന്റിൽ എന്താണ് ഇന്ന് ആശി ചേച്ചി നിങ്ങൾക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും. സോ ഡെഫിനറ്റ്ലി ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വളരെ അധികം ബിസി സ്കെഡ്യൂളിനിടയ്ക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം എന്താണ്, ഈസി കുക്ക് റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിന്നൊരു വട തയ്യാറാക്കാം. ഈ വടയെന്ന് പറയുമ്പം ചേനയും ചീരയും കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വടയാണ്. അപ്പം ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നത് ഈ ചീരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു ലൈറ്റ് വയലറ്റ് കളറിലെ പൂവൊക്കെ ആയിട്ട് ഒരു സ്പിനാച്ചിൻ്റെ പോലെ ഒരു രീതിയാണ് ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചീരയും കൂടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചീരയും ചേനയും കൊണ്ടുള്ള നമ്മുടെ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ചേന ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുക. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വേവണം. ഇത് കൂടാതെ ഞാൻ ഈ ചീര പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 1/2 കപ്പ്, പിന്നെ ഒരു സവാള, ഒരു സാധാരണ ഒരു വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കടലമാവ്, ലേശം മല്ലിയില, 2-3 പച്ചമുളക് എരിക്ക് വേണ്ടിയിട്ട്, അതിനൊക്കെ പൊടിക്കാത്ത കുരുമുളക്. കാര്യം നമ്മൾ വട ഇങ്ങനെ കടിക്കുമ്പോൾ ആ കുരുമുളക് ഇങ്ങനെ കടിക്കണം, അതിന് വേണ്ടിയിട്ട് ഈ കുരുമുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബാറ്ററിങ് ഏജൻറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലോ റിഫൈൻഡ് മറ്റേതെങ്കിലും ഓയിലിനകത്തോ വറുത്ത് കോരി എടുക്കുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള. സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ചീരയും ചേനയൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിങ്ങനെ വടയൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമാവും. അപ്പം ഇതുകൊണ്ട് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ചേന വട തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചേന, ഈ 3 കഷ്ണം ചേന എടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ചേന വേടിക്കുമ്പം നന്നായിട്ട് വേവുന്ന ചേന തന്നെ ഈ വടയ്ക്ക് ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു വരുമല്ലോ ഇത്. നമ്മൾ സാധാരണ വടയൊക്കെ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുമ്പം കിഴങ്ങൊക്കെ ഉപയോഗിക്കുന്നത്, കിഴങ്ങിന് പകരമാണ് ഞാനിപ്പോൾ ഈ ചേന എടുത്തേക്കുന്നത്. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്താൽ ഇത് ഉടഞ്ഞു വരുള്ളൂ. നല്ല മയത്തി നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മുടെ വടയ്ക്ക് വേണ്ട ചേന ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന ഓരോ ചേരുവകൾ ഇതിനകത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ചീര. ഇത് ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട, പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണും. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചീരയാണ്. ആ ചീരയും പിന്നെ ഒരു സവാളയും, ക്രഷ് ചെയ്യാത്ത കുരുമുളക്, പിന്നെ ലേശം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ മല്ലിയിലയാകുമ്പോൾ വടക്കൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് 1-2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര എരിയാവും. അതുകൊണ്ട് നമ്മൾ വടയൊക്കെ തയ്യാറാക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയും കൂടി ഇതിനകത്ത് ചേർത്ത്. ശരി മോളെ. നീ ആർക്കാ ഇപ്പൊ ടാറ്റ പറഞ്ഞേ? അത് വേസ്റ്റ് ആന്റിക്ക്. നിന്നെ നീ എന്താ പറഞ്ഞേ? വേസ്റ്റ് ആന്റിയോ? അതാരാ? ഇവിടെ വേസ്റ്റ് പറക്കാൻ വരുന്ന ആന്റി ഇല്ലേ, ആ ആന്റി. ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയാം. എനിക്കൊരു കാപ്പിയും വേണം. അവൾ എങ്ങനെ അവിടെ എത്തിയേ? ഇനിതും വെച്ച് അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യോ?